വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് അക്കാഡമിക് അതായത് 2026 ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിന്നുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് പ്രധാനമായിട്ടും 2026 അക്കാഡമിക് ഇയറിലോട്ട് എപ്പോഴാണ് അഡ്മിഷൻ വിളിക്കുക, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അഡ്മിഷൻ രീതികൾ. അതായത് നിങ്ങൾക്കറിയാം ബി എഡ് എൻട്രൻസ് എക്സാം അടിസ്ഥാനത്തിൽ ബി എഡ് ഉണ്ട്, അതേപോലെ തന്നെ ജനറലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡിഗ്രി പി ജി മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ നിലവിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള വളരെ പ്രധാനപ്പെട്ട ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അതോടൊപ്പം തന്നെ നിലവിൽ 2025 ഈ പ്രസന്റ് അക്കാഡമിക് ഇയറിലോട്ട് ലേറ്റ് അഡ്മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ലഭിക്കും തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്ന എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ നിലവിൽ ടീച്ചിങ് പ്രൊഫഷണൽ കോഴ്സായിട്ടുള്ള ബി എഡ് കോഴ്സ് ഇപ്പോൾ നിങ്ങൾക്കറിയാം നിലവിൽ എഡ്യൂക്കേഷൻ മേഖല ഓരോ വർഷം കഴിയുന്തോറും അപ്ഡേറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ടീച്ചിങ് മേഖലയിലോട്ട് ബി എഡ് എന്നുള്ള അടിസ്ഥാന യോഗ്യത വളരെ നിർബന്ധമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞാലും പി ജി കഴിഞ്ഞാലും ബി എഡ് എന്നുള്ള കോഴ്സിൻ്റെ സ്കോപ്പ് ഏറ്റവും കൂടിയ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ പോലും ബി എഡ് കോഴ്സിന് വളരെയധികം ഡിമാൻഡുള്ള ഒരു കോഴ്സായിട്ട് ഓൾറെഡി മാറിയതാണ്. അപ്പം നമുക്ക് നിലവിൽ ബി എഡ് കോഴ്സ് വളരെ പ്രധാനമായിട്ട് നമുക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ബി എഡ് എൻട്രൻസ് എക്സാം അടിസ്ഥാനത്തിലുള്ള ബി എഡ് ഉണ്ട്, അതേപോലെ തന്നെ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള ബി എഡ് ഉണ്ട്, അതേപോലെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ബി എഡ് കോഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നിലവിൽ നമുക്ക് ഒന്നാമതായിട്ട് എൻട്രൻസ് അടിസ്ഥാനത്തിലുള്ള ബി എഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അതായത് നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ, അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ JNU, അതേപോലെ തന്നെ ഡൽഹി, അതേപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമ്യ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ബി എഡ് അഡ്മിഷൻ ലഭിക്കാൻ ഇത്തരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ തന്നെ മറ്റു വളരെ പ്രധാനപ്പെട്ട ചില സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ബി എഡ് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ അത് കോമൺ ആയിട്ട് നടക്കുന്ന CUT ഒക്കെ കോമൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ബി എഡ് അഡ്മിഷൻ ലഭിക്കുക. അതായത് ഡിഗ്രി മിനിമം നോർമലി 55% മാർക്കോടുകൂടെ, അല്ലെങ്കിൽ PG 55%, ഇനി അതിൽ തന്നെ OBC വിഭാഗത്തിൽ അതേപോലെ SC ST വിഭാഗത്തിലൊക്കെ 50% എന്നുള്ള മാർക്കുകളുണ്ട്. അത്തരത്തിൽ കോമൺ ആയിട്ട് 55% മാർക്കുള്ള എനി ഡിഗ്രി, അതായത് ഇത്തരത്തിൽ എനി ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബി എഡ് 2 വർഷത്തെ കോഴ്സാണ് CUT വിളിക്കുന്ന എൻട്രൻസ് എക്സാം. അപ്പോൾ CUT എൻട്രൻസ് എക്സാം എഴുതിയാലാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുക. CUTയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കൊടുക്കുക. ഇതിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ CUT PGയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടും ചില യൂണിവേഴ്സിറ്റികളിൽ CUT UGയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുമാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉദാഹരണത്തിന് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ജാമ്യ പോലത്തെ യൂണിവേഴ്സിറ്റികൾക്ക് CUT UG ആണ് ബി എഡ് എക്സാം എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് CUT UGയിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബി എഡ് ലഭിക്കുക. എന്നാൽ നേരത്തെ പറഞ്ഞ ചില യൂണിവേഴ്സിറ്റിയിൽ കോമൺ ആയിട്ടുള്ള മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് CUT PG അത് അപേക്ഷ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ പ്രോസ്പെക്ട്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അത് ഓരോ വർഷം ചിലപ്പം അതിൻ്റെ അപ്ഡേറ്റ് അങ്ങോട്ട് കൊണ്ട് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിലവിൽ ജനുവരി മാസം CUT UG PG അപേക്ഷ വിളിക്കുകയും ഏകദേശം എൻട്രൻസ് എക്സാം മാർച്ചിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ബി എഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും എൻട്രൻസ് എക്സാം പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് ഇനി 2 മാസമില്ല 1.5 മാസത്തിനകം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ CUT PGയുടെയൊക്കെ ബി എഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ബി എഡ് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമതായിട്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അതിനുശേഷം നമുക്ക് ഡിസ്റ്റൻസ് വിഭാഗത്തിലോട്ട് പോകാം. അപ്പോൾ നോർമലി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കേരളത്തിലെ വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും, അപ്പോൾ നിലവിൽ പ്രധാനമായിട്ടും കാലിക്കറ്റ് ആയിക്കോട്ടെ, NG ആയിക്കോട്ടെ, കേരള ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികളുടെ ജസ്റ്റ് മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ജനറൽ അഡ്മിഷനാണ്. അതിൽ ഒരു എൻട്രൻസ് എക്സാം ഇതുവരെ കേരളത്തിലില്ല. ഇനി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ വർഷങ്ങൾക്ക് അപ്പുറം ഇനി വർഷങ്ങൾ കഴിഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാ ബി എഡ് കോഴ്സിനും ഈ പറയുന്ന എൻട്രൻസ് എക്സാമിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. അതൊന്നും വന്നിട്ടില്ല, അതിന് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അതുകൊണ്ട് തന്നെ ബി എഡ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന
ചെയ്യുന്ന അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷനൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ കേരളത്തിൽ നോർമലി മെയ് മാസം അതേപോലെ ജൂൺ മാസം ഇതാണ് അഡ്മിഷൻ ടൈം. 2025 ഈ അക്കാഡമിക് ഇയറിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ സീറ്റും ഓൾറെഡി നേരത്തെ തന്നെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസം തന്നെ ഫില്ലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അക്കാഡമിക് ഇയർ കേരളത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിൽ അഡ്മിഷൻ ടൈം മെയ്, ജൂൺ. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു പക്ഷേ മാർക്ക് കുറഞ്ഞവർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സെൽഫ് ഫിനാൻസ് കോളേജ് അതേപോലെ എയ്ഡ് കോളേജിൽ തന്നെ നിങ്ങൾക്ക് വിരലുണ്ടാവുന്ന എയ്ഡ് കോളേജിലാണോ അതിൽ തന്നെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റൊക്കെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അത് നിങ്ങൾക്ക് മാനേജ്മെൻറ്റുമായി സംസാരിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഡ്മിഷൻ ഓൾറെഡി അടുത്ത അക്കാഡമിക് മെയ്, ജൂൺ സമയങ്ങളായിരിക്കും. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വളരെ പ്രധാനപ്പെട്ട സംശയമാണ് ഡിസ്റ്റൻസ് ആയിട്ട് ബി എഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബി എഡ് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് ആയിട്ട് ബി എഡ് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ബി എഡ് ചെയ്യാം. അപ്പോൾ ഇഗ്നോയുടെ ബി എഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം അടിസ്ഥാനമാക്കിയിട്ടുള്ള ബി എഡിൻ്റെയും എൻട്രൻസ് വിളിക്കുക ജനുവരി മാസത്തിലാണ്. അപ്പോൾ ജനുവരി കഴിഞ്ഞ വർഷമൊക്കെ വിളിച്ചത് ജനുവരിയിലാണ് ബി എഡ് ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം കോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ജനുവരി വിളിച്ച എൻട്രൻസ് എക്സാമിൻ്റെ അപേക്ഷ എക്സാം വിളിച്ചിട്ടുള്ളത് മാർച്ച് മാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ജനുവരി മാസം ഇഗ്നോ ഡിസ്റ്റൻസ് ബി എഡിൻ്റെ ഏകദേശം ഡിസംബർ, ജനുവരി മാസങ്ങൾക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. അതുമായി ബന്ധപ്പെട്ട് സമയമായ കൃത്യമായ വിദ്യാർത്ഥികളെ ആ സമയത്ത് നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. ഇഗ്നോയുടെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത മനസ്സിലാക്കുന്ന ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എല്ലാവർക്കും ബി എഡ് ചെയ്യാൻ സാധിക്കില്ല. അതായത് നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഗ്രി അല്ലെങ്കിൽ PG 55%, OBC മറ്റു സാമാന്യ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 50% മാർക്കും കൂടാതെ 2 വർഷത്തെ ഫേസ് ടു ഫേസ് ടീച്ചിങ് എനി പ്രോഗ്രാം നിങ്ങൾ ചെയ്തിരിക്കണം. അതായത് ഉദാഹരണത്തിന് DELED പോലെയുള്ള റെഗുലറായിട്ട് പഠിച്ചിട്ടുള്ള 2 വർഷത്തെ ടീച്ചിങ് കോഴ്സ് ഇതിന് കൂടെ ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ളവർക്ക് മാത്രമാണ് ഇഗ്നോ ബി എഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ 2 വർഷത്തെ കോഴ്സും അതേപോലെ ജസ്റ്റ് ടീച്ചിങ് എക്സ്പീരിയൻസും ഉള്ളവർക്കൊക്കെ ഇഗ്നോയുടെ എൻട്രൻസ് എക്സാമിന് അപേക്ഷ കൊടുക്കുവാനും എൻട്രൻസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിനുശേഷം 2ാമത്തെ സ്റ്റേജിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂവിന് മുന്നേ വിളിക്കും. അത് ആ സമയത്ത് നിങ്ങൾ ഒറിജിനൽ എല്ലാ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യുന്നതാണ് ഇഗ്നോ ബി എഡിൻ്റെ പ്രൊസീജിയർ. ഓരോ സ്റ്റേറ്റിലും ഏകദേശം 50 സീറ്റുകളാണ് ഇഗ്നോ ബി എഡ് സീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പരിമിതമായിട്ടുള്ള ഈ ഒരു അവസരം കൃത്യമായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം, കാരണം നേരത്തെ തന്നെ പല മേഖലയിൽ നിന്നും പ്രത്യേകിച്ച് നിലവിൽ ഇഗ്നോയുടെ ബി എഡ് കൊണ്ട് വളരെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്കത് ഫോർ പ്രൊമോഷൻ, അതായത് നമ്മൾ സർവീസിലോട്ടുള്ള പ്രൊമോഷൻ. ഉദാഹരണത്തിന് LP UP സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിൽ സ്വാഭാവികമായും ഹൈസ്കൂളിലോട്ട് ടീച്ചറാകാനോ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിലോട്ട് ടീച്ചറാകാൻ അത്തരത്തിലുള്ളവർക്കൊക്കെ ബി എഡ് എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പോൾ അത്തരത്തിൽ സർവീസിലുള്ളവർക്കും അതേപോലെ തന്നെ നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ DELED ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കാനും ഈ പറഞ്ഞ ഇഗ്നോ ബി എഡ് ഉപകരിക്കും. എന്നാൽ നോർമലി ഈ പറഞ്ഞ DELEDും ടീച്ചിങ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇഗ്നോ ബി എഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇനി ഈ വർഷത്തെ പ്രിപ്പറേഷൻ നടത്തുന്നവർക്കൊക്കെ ജസ്റ്റ് igno.samarth.edu.in എന്നുള്ള ആ ഒരു ജസ്റ്റ് ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ വർഷത്തെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ യൂട്യൂബ് പോലെയുള്ള കേരളത്തിന് പുറമേയുള്ള ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ അത്തരത്തിൽ ഇഗ്നോയുടെ പ്രീവിയസ് എൻട്രൻസ് എക്സാം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഈ അക്കാഡമിക് ഇയറിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ, ലേറ്റ് അഡ്മിഷൻ എടുക്കാൻ ഇപ്പോഴും സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് TNT യൂണിവേഴ്സിറ്റി, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ലേറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ കാലിക്കറ്റ് ആയാലും MG ആയാലും കേരളത്തിലെ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ വാല്യൂ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി. അത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൃത്യമായിട്ടുള്ള കോളേജ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തതിനു ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ പാടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് TNT യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ അക്കാഡമിക് ഗെയിൽ തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ട് എല്ലാ ഹെൽപ്പ് ലൈനും അതായത് ഗൈഡ് ലൈൻസും അഡ്മിഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് താഴെ കൊടുത്ത പേഴ്സണൽ നമ്പർ ജസ്റ്റ് വാട്സപ്പിൽ ബി എഡ് ഡീറ്റെയിൽസ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ലേറ്റ് അഡ്മിഷൻ അതേപോലെ അടുത്ത അക്കാഡമിക് റൂട്ടിൽ അഡ്മിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾ വാട്സപ്പിൽ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എന്തായാലും ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന കാര്യം ഒരുപാട് മാറ്റങ്ങൾ NEPയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരുന്ന സ്ഥിതിക്ക് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് കോമൺ ആയിട്ട് എല്ലാ ബി എഡിനും എൻട്രൻസ് എക്സാം അതേപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഓൾറെഡി വന്നു കഴിഞ്ഞു. 4 വർഷത്തെ ബി എഡ് സിസ്റ്റം ഓൾറെഡി വന്നു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് +2 കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റഗ്രേറ്റഡ് ITEP ബി എഡിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തൊട്ടടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. അതേപോലെ തന്നെ
2 ഇയർ എന്നുള്ളത് 1 ഇയർ ആകുമെന്നൊക്കെ ഒരുപാട് പേർ ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. 2 വർഷത്തെ കോഴ്സ് തന്നെയാണ് നിലവിൽ ബി.എഡ്. അതിലൊരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ മാറ്റങ്ങളൊക്കെ മറ്റു മേഖലയിൽ വരുന്നത് കൊണ്ട് തന്നെ പരമാവധി ബി.എഡ് ടീച്ചിങ് മേഖലയോട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ബി.എഡ് കോഴ്സ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ബി.എഡ് ഉൾപ്പെടെ എല്ലാ കോഴ്സുകളിലും എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ഒരിക്കലും കൂടി ഫോളോ ചെയ്യുവാനും പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും ഉറപ്പെടുത്തുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.